അവരെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്ന, കയ്യേറ്റം ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ഞങ്ങൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഷാഫിയോട് എന്താണ് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് രോഷമുണ്ടാവാൻ കാരണം? കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട്? കോൺഗ്രസിൻ്റെ MP ആയിരുന്നല്ലോ ഇദ്ദേഹം വരുന്നതിന് മുമ്പും ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. മുരളീധരൻ MP ആകുന്നതിന് മുമ്പ് വേറെയും കോൺഗ്രസ്സുകാർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തെരുവിൽ തടഞ്ഞു നിർത്തി വിചാരണ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയിച്ചത് UDF അല്ലേ? അതിൽ കോൺഗ്രസ്സാണ് ഏറ്റവും കൂടിയ എണ്ണം. കോഴിക്കോട് കോൺഗ്രസ്സാണ്, പാലക്കാട് കോൺഗ്രസ്സാണ്, എറണാകുളം കോൺഗ്രസ്സാണ്, അങ്ങനെ ഭൂരിപക്ഷം കോൺഗ്രസ്സാണ്. അവരെ ആരെങ്കിലും തെരുവിലിട്ട് വിചാരണ ചെയ്തോ? അങ്ങനൊരു രീതി കേരളത്തിലില്ല. തെരുവിലിട്ട് കയ്യേറ്റം ചെയ്യാൻ മാത്രമുള്ള ഒരു ഉഗ്രപ്രതാപിയാണോ ഇവിടെയുള്ള MP? അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ DYFIക്കോ വടകരയിൽ MP ഈ നഗരത്തിലൂടെ സഞ്ചരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്താൽ വളരെ എളുപ്പത്തിൽ കടന്നു പോകാമെന്ന് കരുതുന്നുണ്ടോ? അത്ര ആയാസത്തോടെ? ആ രീതിയിലൊന്നും ഒരിക്കലും LDF പ്രവർത്തിക്കാറില്ല, DYFI ചിന്തിക്കാറില്ല, ഒരു പാർട്ടിയും ചിന്തിക്കാറില്ല. അദ്ദേഹത്തോട് പ്രതിഷേധം ഉണ്ടാവാൻ കാരണം എന്താണ്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന യുവ നേതൃത്വ നിരയിൽ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ഇതുപോലുള്ള പൊതു സദസ്സുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ഇരിക്കുന്ന സദസ്സുകളിൽ വളരെ വിശദീകരിച്ച് പറയാൻ കൊള്ളരുതാത്ത സംഭവങ്ങളും ഉയർന്നു വന്നപ്പോൾ അതിൽ പ്രതിയായ രാഹുലിനെ ഇദ്ദേഹം സംരക്ഷിക്കുന്നു എന്ന ബോധ്യമാണ് അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം ഉയരാൻ കാരണം. വേറെയും കോൺഗ്രസ് നേതാക്കന്മാരില്ല ആരെങ്കിലും ഇതുപോലെ പ്രതിഷേധിക്കുന്നുണ്ടോ? അവർക്കാർക്കെങ്കിലും ഇതുപോലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിലും ഇദ്ദേഹം വലിയ പങ്കുവഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു ഷാഫി. അത് മാറി രാഹുലിനെ സ്ഥാനത്തെ കൊണ്ടുവരുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടാക്കിയെന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസിലുണ്ടായി. യൂത്ത് കോൺഗ്രസ് തന്നെ ആക്ഷേപം ഉന്നയിച്ച്. ഏതെങ്കിലും സംഘടനയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വോട്ട് ചെയ്ത് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുത്തു എന്ന്? കേരളത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? കോൺഗ്രസിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഇത്തരം പോക്കിരിത്തരങ്ങളെല്ലാം ചെയ്യാൻ നേതൃത്വം കൊടുത്ത യൂത്ത് നേതാക്കന്മാരാണ് ഈ പറയുന്ന എല്ലാവരും. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം വ്യാജ ഐഡന്റിറ്റി കാർഡിൻ്റെ നിർമ്മാണമാണ്. അതിൻ്റെ ചില തെളിവുകളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയില്ല. സംഘടനയെ പിടിച്ചടക്കാൻ ഇത്രയും മോശപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൽ നിന്ന് എന്ത് നീതിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതാണോ കേരളം പ്രതീക്ഷിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയം?